Hi, good morning. So, very recently, I've got a lot of messages regarding my hair. Whether I have done any hair treatments, അല്ലെങ്കിൽ ഹെയർ കളർ ചെയ്തിട്ടുണ്ടോ അങ്ങനെ കുറേ ക്വറീസ് ഒക്കെ വന്നു അപ്പോൾ ഐ തോട്ട് വൈ നോട്ട് മേക്കിംഗ് എ വീഡിയോ അബൌട്ട് ഇറ്റ് സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് ലോങ് വീഡിയോ ഹോപ്പ് യു ഗൈസ് സപ്പോർട്ട് സോ I haven't done any kind of treatments to my hair and it's all genetics. Even my mother, she has very good hair. And ഞാൻ ഹെയർ കളറൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ കുറച്ച് നാച്ചുറലി കേളി സ്ട്രെയിറ്റ് അങ്ങനെ ഒരു ഹെയർ ആണ്, കുറച്ച് ഷൈനി. എൻ്റെ ഈവൻ ഒരു ബ്രൗൺ ടിൻറ്റഡ് ഹെയർ ആണ് എൻ്റെ. ഈവൻ എൻ്റെ അമ്മയുടെ ഹെയർ അതേപോലെ തന്നെയാണ്. ആൻഡ് ഐ ഗോട്ട് ദ സെയിം വൺ. I haven't done any kind of treatments. So in this particular video, I'll be sharing about certain tips and tricks to make your hair shiny, healthy and beautiful. Okay, let's go. Let's start with hair wash. Hair care is equally important as skincare. This video is all about the tips and tricks what I know. ഞാൻ എൻ്റെ ഹെയറിൽ പരീക്ഷിച്ചിട്ടുള്ളതും എൻ്റെ ഹെയറിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാം. ഓക്കെ, ആൻഡ് ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് വിൽ ബി apt for your hair. So first start with hair wash. I wash my hair twice in a week. Like നാട്ടിലായിരുന്നപ്പോൾ എല്ലാ ദിവസവും തലകുളിക്കായിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് പോസിബിൾ. സോ ഐ വാഷ് ട്വൈസ് ഇൻ എ വീക്ക് ആൻഡ് മേക്ക് ഷുവർ നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുന്ന അന്ന് ഓയിൽ യുവർ ഹെയർ ആൻഡ് യു ഹാവ് ടു കീപ്പ് ഓയിൽ അറ്റ്ലീസ്റ്റ് ഫോർ ഹാഫ് ആൻ അവർ ടു 1 hour. ബിക്കോസ് എന്നാലാണ് അതൊക്കെ നമ്മുടെ സ്കാൽപ്പിലൊക്കെ പിടിച്ച് നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുള്ളൂ. എപ്പോഴും ഓയിൽ ഇടുമ്പോൾ ട്രൈ ടു മസാജ് ഇറ്റ് ഇൻ സർക്കുലർ മോഷൻ. ആൻഡ് ഈവൻ യു ക്യാൻ യൂസ് എ സ്കാൽപ്പ് മസാജർ. ഐ ക്യാൻ ആഡ് എ പിക്ചർ ഓവർ ഹിയർ. ഞാൻ അങ്ങനത്തെ സ്കാൽപ്പ് മസാജേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ടൈം ഉള്ളപ്പോൾ അല്ലെങ്കിൽ ഐ യൂസ് മൈ ഹാൻഡ്സ് ടു മസാജ് മൈ ഹെയർ ആൻഡ് സർക്കുലർ മോഷനിൽ വേണം മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഒരു ഹാഫ് ആൻ അവർ ടു 1 hour നമുക്ക് കീപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് യു ക്യാൻ യൂസ് a hair shampoo and a conditioner. And hair shampoo conditioner select ചെയ്യുമ്പോൾ make sure you're selecting it is according to your hair type. ഞാൻ സലൂണിൽ പോയിട്ടാണ് എൻ്റെ ഹെയർ ടൈപ്പ് എന്താണെന്നും ഒക്കെ മനസ്സിലാക്കിയത്. ലൈക്ക് ദേ ക്യാൻ ടെൽ യു അബൌട്ട് വാട്ട് കൈൻഡ് ഓഫ് ഹെയർ ഷാംപൂസ് യു ക്യാൻ യൂസ്. ലൈക്ക് ഓയിലി സ്കാൽപ്പിനൊരു ഷാംപൂ, ഡ്രൈ സ്കാൽപ്പിനൊരു ഷാംപൂ, അങ്ങനെയായിരിക്കും. അത് നോക്കിയിട്ട് വാങ്ങുന്നതായിരിക്കും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ ഓയിലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ തല നിറച്ച് എണ്ണ പറ്റുകയല്ല ചെയ്യേണ്ടത്. കുറച്ച് എണ്ണ എടുത്തിട്ട് ഒന്ന് ചൂടാക്കുക. ഡബിൾ ബോയിൽ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടുള്ള എണ്ണ സ്കാൽപ്പിലിടാണെങ്കിൽ ഒന്നും കൂടി നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഡാൻഡ്രഫ് പോലുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ആഡ് എ സ്ക്വീസ് ഓഫ് ലെമൺ ഇൻ ടു ഇറ്റ്. അത് നിങ്ങളുടെ ഡാൻഡ്രഫിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും. എപ്പോഴും കുറച്ച് ചൂടാക്കിയ എണ്ണ പറ്റുന്നതായിരിക്കും നമ്മുടെ ഹെയറിന് എപ്പോഴും നല്ലത്. ആൻഡ് നമ്മൾ ഓയിൽ ഇടുമ്പോൾ മേക്ക് ഷുവർ യു ആർ അപ്ലൈങ് ഓൾസോ ഇൻ യുവർ ടിപ്സ്. ബിക്കോസ് ഇവിടെ എപ്പോഴും ഡ്രൈ ആയിരിക്കും. സോ ആ ഒരു ഡ്രൈനെസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ യു ക്യാൻ അപ്ലൈ ഓൺ യുവർ ടിപ്സ് ഓൾസോ. ആൻഡ് ഈ ഒരു ടിപ്പിൽ എപ്പോഴും അപ്ലൈ ചെയ്യാൻ നോക്കാം. ആൻഡ് വൺസ് യു ആർ ഡൺ വിത്ത് യുവർ ഹെയർ ഓയിലിംഗ്, കോംബ് യുവർ ഹെയർ യൂസിങ് എ വുഡൻ കോംബ്. ഞാൻ എപ്പോഴും ഒരു വുഡൻ കോംബാണ് യൂസ് ചെയ്യാറ്. നീമിൻ്റെ ഒരു വുഡൻ കോംബ് ഉണ്ട് എൻ്റെ കയ്യിൽ. അത് ഡാൻഡ്രഫ് പ്രിവെൻറ്റ് ചെയ്യാനും ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും ബ്ലഡ് സർക്കുലേഷനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വുഡൻ കോംബായിരിക്കും എപ്പോഴും നല്ലത് പ്ലാസ്റ്റിക് കോംബ്സിനേക്കാളും. ട്രൈ ടു റീപ്ലേസ് ഇറ്റ് വിത്ത് വുഡൻ കോംബ്സ്. ഐ ക്യാൻ ആഡ് എ പിക്ചർ ഓവർ ഹിയർ. ഓക്കെ, ഹെയർ ഫുൾ ഡീടാങ്കിൾ ചെയ്തതിന് ശേഷം മാത്രം ഹെയർ വാഷ് ചെയ്യാൻ തുടങ്ങുക. ഷാംപൂ ചെയ്യുക. എപ്പോഴും ഷാംപൂ ചെയ്യുമ്പോൾ ഡബിൾ ക്ലെൻസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കണ്ടീഷണർ യൂസ് ചെയ്യുക. ആൻഡ് മേക്ക് ഷുവർ യു ആർ നോട്ട് യൂസിങ് യുവർ കണ്ടീഷണർ ഓൺ യുവർ സ്കാൽപ്പ് ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ യുവർ ലൈക്ക് സ്കാൽപ്പിന് നല്ലതല്ല. ആൻഡ് ഈവൻ ഹെയർ ഫോൾ ഉണ്ടാവാനായിട്ട് ഒരു കാരണമാവാം. സോ മേക്ക് ഷുവർ യു ആർ അപ്ലൈയിങ് യുവർ കണ്ടീഷണർ ഓൺലി ഓൺ യുവർ ടിപ്സ് ഓഫ് ദി ഹെയർ. ഓക്കെ, ആൻഡ് ലീവ് ഇറ്റ് അറ്റ്ലീസ്റ്റ് ഫോർ ഒരു 5 to 10 minutes. എന്നാലാണ് ആ ഒരു ആഫ്റ്റർ ഒരു ഫ്രിസി അല്ലാത്തൊരു ഹെയർ ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. ആൻഡ് ഈവൻ യു ക്യാൻ യൂസ് എ ഹെയർ മാസ്ക്. ഞാൻ നോർമലി ഹെയർ മാസ്ക് യൂസ് ചെയ്യാറില്ല, ബട്ട് ഇറ്റ്സ് എൻ ഓപ്ഷണൽ തിങ്. യു ക്യാൻ യൂസ് ഇറ്റ്. ഭയങ്കര ഫ്രിസി ആയിട്ടുള്ള ഹെയർ ഉള്ളവർക്ക് ഹെയർ മാസ്ക് യൂസ് ചെയ്യാം. ഈവൻ ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ മാർക്കറ്റ്സ്. ലൈക്ക് അത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹെയർ ഫ്രിസ്പി ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും.
So this is all about my hair wash routine. ഇനി നൈറ്റ് കെയർ routine. നൈറ്റ് കെയർ routine is very important in hair growth. ലൈക്ക് നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് മുടി ചുമ്മാ അഴിച്ചിട്ടിട്ട് കിടന്നാൽ അതിങ്ങനെ ഒരഞ്ഞ് സ്പ്ലിറ്റൻസ് ഒക്കെ വരാനായിട്ട് കുറേ കാരണമാകും. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ടൈ യുവർ ഹെയർ ബിഫോർ യുവർ സ്ലീപ്പിംഗ്. ഭയങ്കര ടൈറ്റായിട്ട് കെട്ടി വെക്കരുത്. ഏത് യു ക്യാൻ പ്ലാറ്റ് യുവർ ഹെയർ, മെടഞ്ഞിടുക. അതർവൈസ് യു ക്യാൻ മേക്ക് എ ബൺ ആൻഡ് യു ക്യാൻ ടൈ ഓൺ ദി അപ്പ്. ആൻഡ് ഈവൻ കിടക്കുന്നതിന് മുമ്പും ട്രൈ ടു മസാജ് യുവർ ഹെയർ. ലൈക്ക് ഇങ്ങനെ കുമ്പിടുത്തിയിട്ടിട്ട് മസാജ് ചെയ്യുന്നതായിരിക്കും, ഇങ്ങനത്തെ മസാജ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഈവൻ സ്കാൽപ്പ് മസാജറും യൂസ് ചെയ്യാം. വുഡൻ കോംബ് തന്നെ വെച്ചിട്ട് ഡീടാങ്കിൾ ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും ഒരു സാറ്റൻ ബൺ വെച്ചിട്ട് മുടി കെട്ടിയിട്ട് കിടന്നുറങ്ങാം. ഈവൻ യു ക്യാൻ യൂസ് എ സാറ്റൻ ക്യാപ്പ് ആൻഡ് ഓൾസോ യു ക്യാൻ യൂസ് എ സാറ്റൻ പില്ലോ കേസ്. കാരണം അത് നമ്മുടെ ഹെയർ സ്പ്ലിറ്റൻസ് അവോയ്ഡ് ചെയ്യാനും ഹെയർ ബ്രേക്കേജ് അവോയ്ഡ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ആൻഡ് വൺ മോർ തിങ്, എനിക്ക് ചില സമയത്തൊക്കെ കേളി ഹെയർ ഇഷ്ടമാണ്. കേളി ലൈക്ക് വേവി ഹെയർ എനിക്കിഷ്ടമാണ്. എൻ്റെ കുറച്ച് നല്ല സ്ട്രെയിറ്റ് ഹെയർ ആയതുകൊണ്ട് കുറച്ച് വേവി കൈൻഡ് ഓഫ് ഹെയർ ഇഷ്ടമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് അന്ന് നിങ്ങൾക്ക് ഹെയർ ബ്രേക്കേജ് വേണ്ട, ഈ ഹീറ്റ് ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അത് നല്ലതല്ല നമ്മുടെ ഹെയറിനെ സ്ഥിരം ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറേ ഹെയർ ബ്രേക്കേജും കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് യു ക്യാൻ യൂസ് ഹീറ്റ്ലെസ് കേൾസ്. അതൊക്കെ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ്സിൽ ഈസിലി അവൈലബിൾ ആണ്. അത്രയും പൈസയൊന്നും ഉണ്ടാവില്ല. സോ യു ക്യാൻ യൂസ് ഇറ്റ്. ഹീറ്റ്ലെസ് കേൾസ് ഉപയോഗിച്ചിട്ട് രാത്രി കിടക്കുക. രാത്രി എനിക്കും യു ക്യാൻ ഗെറ്റ് എ വെരി ബ്യൂട്ടിഫുൾ ഷൈനി, എന്താ പറയുക, ഒരു ബേബി ഹെയർ കിട്ടും. ആൻഡ് വൺ മോർ ടിപ്പ്, നമ്മൾ കുളിക്കുന്ന സമയത്ത്, അത് ഞാൻ യൂസ് ചെയ്യുന്നൊരു ടിപ്പാണ്, എനിക്ക് എപ്പോഴും ഹെയർ ഇങ്ങനെ നല്ല ഡീടാങ്കിളായിട്ട് ഇരിക്കുന്നതാണ് ഒബ്വിയസ്ലി എല്ലാവർക്കും ഇഷ്ടം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുളി കഴിഞ്ഞതിന് ശേഷം യു ക്യാൻ യൂസ്, ഇഫ് യു ആർ യൂസിങ് ബക്കറ്റിൽ നമ്മൾ വെള്ളം വെച്ചിട്ട് നമ്മൾ തല ഇങ്ങനെ കുമ്പിടുത്തിടില്ലേ, എന്നിട്ട് നമ്മൾ ഹെയർ ഇങ്ങനെ ആക്കുകയാണെങ്കിൽ നമ്മുടെ ഹെയർ ഫുൾ ഡീടാങ്കിൾ ആവും. ഭയങ്കര ഒരു നല്ലൊരു സ്ട്രെയിറ്റ് ഫിനിഷിൽ ഇങ്ങനെ കിടക്കും. ഒന്ന് ട്രൈ ചെയ്തൊക്കെ ആൻഡ് ലീവ് എ കമൻറ്റ് ബിലോ ഇഫ് ഇറ്റ് വർക്ക്സ് ഫോർ യു. ഓക്കെ, എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ബാക്ക് ആക്നെ. സോ ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് ബാക്ക് ആക്നെ എപ്പോഴും നമ്മൾ തല കുമ്പിടുത്തിയിട്ടിട്ട് തല ഹെയർ വാഷ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ബിക്കോസ് നമ്മളെല്ലാവരും ഇപ്പോൾ ഷവർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ ഇങ്ങനെ തല കഴുകുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ഓൾ ദി ഓയിൽസ് ആൻഡ് എവറിത്തിങ് ദറ്റ് ഗോസ് ലൈക്ക് ദിസ്. അപ്പോൾ നമുക്ക് ബാക്ക് ആക്നീസ് ഒക്കെ കോസ് ചെയ്യാനായിട്ടുള്ള ഒരു റീസണാണ്. സോ ഇറ്റ്സ് ബെറ്റർ ഓൾവേസ് വാഷ് യുവർ ഹെയർ ലൈക്ക് ഇങ്ങനെ താഴ്ത്തിയിട്ടിട്ട് വാഷ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ഹെയറിനും നല്ലത്. ഈവൻ നമ്മുടെ ബാക്ക് ആക്നീസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും നല്ലത്. So hope this video was helpful and thank you for watching. Please do subscribe. Thank you. Bye bye.